ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 13. ഒന്നാമത്തെ വായനാ ഭാഗം ആവർത്തന പുസ്തകം 30-ാം അധ്യായം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് 29-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഒരു വാക്യം ഇന്നലെ നമ്മൾ വായിച്ചത്, അതൊന്നിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. അതിത്രയാണ്: മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പക്കലുള്ളതാണ്. അത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചാലും കണ്ടെത്താനൊക്കില്ല. ദൈവം അത് വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തും. അന്ന് ഈ പറയുന്ന സമയത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പക്ഷേ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച്, നിത്യജീവനെ സംബന്ധിച്ച്, അത് മർമ്മം എന്ന് പറഞ്ഞിരുന്ന ആ മർമ്മം എന്ന് പുതിയ നിയമം നമ്മൾ പറഞ്ഞത്, ഈ മറഞ്ഞിരുന്ന മർമ്മം എന്ന് പറയുന്നത് അത് നിത്യജീവനെ സംബന്ധിച്ചും ദൈവരാജ്യത്തെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ചിത്രം നമുക്ക് വെളിവാക്കി കിട്ടിയത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ അന്ന് അത് മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ എന്നും അത് മറഞ്ഞിരിക്കുന്നു എന്നല്ല, മറഞ്ഞിരിക്കുന്നത് കാലാകാലങ്ങളിൽ, കാലം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അത് എന്നാണോ വെളിപ്പെടുത്തേണ്ടത് അന്നത് വെളിപ്പെടുത്തും. യേശുക്രിസ്തു വന്നില്ലല്ലോ. യേശുക്രിസ്തു വന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് മോശെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് നടക്കുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അത് മറിയയിൽ ഗർഭിണിയായി പ്രസവിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു. അന്ന് മുതലാണ് യേശുക്രിസ്തു ഉള്ളത്. അപ്പം അന്ന് ഉള്ളവർക്ക് അത് മറഞ്ഞിരുന്ന കാര്യം വെളിവായി വന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. 30-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ജീവനെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച്, ജീവനെ സംബന്ധിച്ചാണ് കൂടുതൽ പ്രാധാന്യത്തോട് പറയുന്നത്. ജീവൻ അല്ല സ്വീകരിക്കുന്നതെങ്കിൽ മരണത്തിലേക്ക് പോകും. അപ്പോൾ പൂർണ്ണ മനസ്സോടെ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഒക്കെ അനുസരിച്ചാൽ നിനക്കെന്ത് ലഭിക്കും? നിനക്ക് ജീവനുണ്ടാകും. നീ ജീവിച്ചിരിക്കേണ്ടതിന്, അതാണ് 6-ാമത്തെ, ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും എന്ന് അത് പറയാണ്. അതുപോലെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായതുള്ളതുമല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുതരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സമുദ്രങ്ങൾ, അതൊന്നും അങ്ങനെയൊന്നും അല്ല. അത് നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇത് പറയപ്പെടുന്ന കാലത്ത് ഒരേ ഒരു ഭാഷയിൽ മാത്രം എഴുതപ്പെട്ടിരുന്ന വചനം ഇന്ന് നമ്മൾ ജാതികളായിരുന്നു. അന്നത് ഇസ്രായേൽ ജനത്തിനോട് മാത്രം പറഞ്ഞാണ്. പക്ഷേ ഇന്ന് നമ്മൾ ജാതികളായിരിക്കും നമ്മുടെ മുമ്പിലും ഈ വചനം എത്തി. എത്രയോ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാം. അപ്പോൾ നീ അനുസരിപ്പാൻ തക്കവണ്ണം, അത് വായിച്ച് മറന്നു പോകുന്നതല്ല, നിരന്തരമുള്ള വായനയിൽ നമ്മൾ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലാകും. അപ്പോൾ അങ്ങനെ ഹൃദയത്തിലാകുമ്പോൾ എന്ത് ചെയ്യണം, ചെയ്യണ്ട എന്നുള്ളതിനെക്കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ചില കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും ധാരണയില്ലാത്തത്. ബാക്കി ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയിലാണ്. സാധാരണ മനുഷ്യൻ പോലും നല്ല ധാരണയിലാണ്. പിന്നെ വചനം വായിക്കുന്നവർക്ക് കുറച്ചുകൂടെ കൂടും, നല്ലതായിട്ട് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ വചനം ഒരുപാട് ദൂരെയൊന്നുമല്ല, നിന്നെ വിട്ട് ഒരുപാട് ദൂരെയൊന്നുമല്ല. നീ സ്വർഗത്തിൽ കയറി എടുത്തുകൊണ്ട് വരാമെന്ന് അന്വേഷിപ്പാന്ന് വിചാരിക്കേണ്ട, നീ സമുദ്രത്തിനകത്ത് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിക്കേണ്ട. ഏറ്റവും സമീപത്തായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുമാറുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവൻ്റെ വഴികളിൽ നടപ്പാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ നീ അനുസരിക്കാതെ നിൻ്റെ ഹൃദയം മറിയുകയും നീ വശീകരിക്കപ്പെട്ട് അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കാതെ നിശ്ചയമായി നശിച്ചു പോകും എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിൻ്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിൻ്റെ പിതാക്കന്മാരെ അബ്രഹാമിനും യാക്കോബിനും ഇസഹാക്കിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ജീവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. അപ്പോൾ ഇത് ക്ലിയറാണ്, കാര്യം ഇവിടെ ക്ലിയറാണ്. ഇന്ന് നമ്മൾ ഇസ്രായേലല്ല, പക്ഷേ ആത്മീയ ഇസ്രായേൽ എന്ന തരത്തിലേക്ക് ആയിട്ടുള്ളവരും ഇന്ന് ജാതികളുടെ ഇടയിലുണ്ട്.
അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർക്ക് അവരോടും പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. ഇതേ ഉപദേശം തന്നെയാണ് നമുക്കുമുള്ളത്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച്, ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിച്ച്, അതറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനേറ്റവും ഉപരി നമ്മൾ ഈ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവം എന്ന് പറഞ്ഞ് എന്തിൻ്റെയൊക്കെ പുറകെ പോയാൽ ഈ വ്യവസ്ഥയ്ക്കകത്ത് നമ്മളില്ല. ഈ വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ വരുന്നത് ഈ ദൈവത്തെ തന്നെ നമ്മൾ അറിയുമ്പോഴാണ്, ഈ ക്രിസ്തു ആരെന്ന് യഥാർത്ഥത്തിൽ അറിയുമ്പോൾ. അറിവ് ആണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. വിശ്വാസം തെറ്റിയാൽ എല്ലാം തെറ്റി. കാരണം വിശ്വാസമാണ് നീതീകരണത്തിൻ്റെ അടിസ്ഥാനം. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്ത് വിശ്വസിച്ചു? അബ്രഹാം എന്ത് വിശ്വസിച്ചു അത് തന്നെ നമ്മൾ വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാട് കയറി വിശ്വസിച്ചിട്ട് നമുക്ക് നീതിമാനാകുകയോ നീതീകരണം ലഭിക്കുകയോ ഇല്ല. അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം എന്ത് വിശ്വസിച്ചു എന്നാണ് അന്വേഷിക്കുന്നത്. അബ്രഹാമിൻ്റെ ദൈവമാരായിരുന്നു. അബ്രഹാമിനെ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തായിരുന്നു ചിന്ത? അതിനെക്കുറിച്ച് അറിവുണ്ടല്ലോ. ആ പറഞ്ഞ നിനക്ക് നിൻ്റെ സന്തതിക്കോ എന്ന് പറയുമ്പം അത് ആ സന്തതിയും അബ്രഹാമും ദൈവവും ഒക്കെ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള അറിവാണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടത്. ആ വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റിയാൽ നമുക്ക് ജീവനോ മരണമോ എന്തെന്നുള്ളതിന് അടിസ്ഥാനം ഈ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. അപ്പോൾ അറിവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ മുഖയിൽ ഈ ബൈബിൾ ആരെന്ത് പറഞ്ഞാലും ഏത് പ്രാസംഗികൻ എന്ത് പറഞ്ഞാലും ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ നമ്മുടെ ഭാഷയിൽ നമ്മുടെ കയ്യിൽ ബൈബിൾ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് തെറ്റായ വഴികളിൽ നടക്കുന്നത്? നമ്മൾ ആ ബെരോവയിലെ ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇത് അന്വേഷിക്കണം. അന്വേഷിച്ചൊരു സത്യം കണ്ടെത്തണം. സത്യം കണ്ടെത്തിയിട്ട് ആ സത്യം ആണ് അറിവ്. ആ അറിവിനൊപ്പം നിന്ന് അത് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ 30-ാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്. അവിടെ അന്നത്തെ കാലത്ത് പറഞ്ഞ അന്ന് ജീവിച്ചിരുന്ന ജനത്തോട് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഞാനവിടെ പറഞ്ഞല്ലോ. അത് നീണ്ട് ഇന്ന് നമ്മൾ ജാതികളായിരിക്കും നമ്മളിലേക്കും അതേ കൽപ്പനകളും, അതായത് നമ്മൾ ആ ദൈവത്തെ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ. ലോകത്തെല്ലായിടത്തും പലരും ദൈവങ്ങളും പല ജീവിത രീതികളും പല ജാതികളും പല മതങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ആര് വേണമെങ്കിലും ഏത് മനുഷ്യനും വേണമെങ്കിലും ഈ ദൈവത്തെ അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, അന്ന് പല കാര്യങ്ങളും മറിഞ്ഞിരുന്നവ ഇന്ന് മറിഞ്ഞിരിപ്പില്ല. ഇപ്പോഴും മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഇനി വെളിപ്പെടുത്തേണ്ട സമയത്തെ ദൈവം വെളിപ്പെടുത്തും. അത് മറിഞ്ഞിരിക്കുന്നതുണ്ട്, ഇന്നും മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആ ജാതികളിലേക്ക് ഈ സുവിശേഷം എത്തിയതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത്? അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അപ്പം ജാതികൾ ഒഴുകിച്ചെല്ലുന്നതിനെ സംബന്ധിച്ച് അന്നില്ല. ആവർത്തന പുസ്തകം പറയുന്ന സമയത്ത് ജാതികളെ സംബന്ധിച്ചില്ല. അവിടെ പറയുന്നുണ്ട് സകല ജാതികൾക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ജാതികളിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല. ഇന്നത്തെ കാലത്താണ് ഇത്. അതിനെ സംബന്ധിച്ചുള്ള പ്രവചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലുന്ന ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ജാതികളല്ല ഇവിടെ പറഞ്ഞത്, രാജ്യങ്ങളാണ്. എല്ലാ രാജ്യത്തു നിന്നും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ സകല നേഷൻസ്, ഓൾ നേഷൻസ് എന്ന അർത്ഥത്തിൽ നമുക്ക് നോക്കിയാൽ എല്ലാ രാജ്യത്തും ഈ ദൈവത്തെയും ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്, ഈ ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് നമുക്ക് വരുവിൻ യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും വംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇനിയും ഈ ന്യായവിധിയൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നൊരു ഭാഗം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച. അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്, അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു, അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല, അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു, അവരുടെ രഥങ്ങൾക്ക് എണ്ണമില്ല, അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം. സോവിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണി അവർ നമസ്കരിക്കുന്നു, മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു. ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ. കണ്ടോ, ദൈവത്തെ അന്വേഷിക്കുക, അത് ജാതികളെ അന്വേഷിക്കുന്ന ദൈവജനത്തോട് ഒട്ടും ക്ഷമിക്കാൻ പാടില്ല. അറിയാത്ത ജാതികൾ അവർ പല വിധത്തിൽ ഈ ഇതൊക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചല്ല.
ദൈവജനം, ദൈവത്തെ അറിയുന്ന ജനം, ദൈവത്തെ അറിയേണ്ട ജനം അത് വിട്ടിട്ട് ഇത് ചെയ്യുമ്പം അവരോട് ക്ഷമിക്കരുത്. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. കേട്ടോ, അപ്പോൾ ദൈവം ഉന്നതനായി തന്നെ ഇത് എഴുതുന്ന സമയത്തും മുമ്പും ആദ്യമല്ല ദൈവം ഉന്നതൻ തന്നെ. പക്ഷേ ഈ ഉന്നതനാണെന്നുള്ളത് ഉന്നതനായി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് സർവ്വഭൂമിയും അറിയണ്ടേ, സർവ്വഭൂമിയും സമ്മതിക്കണ്ടേ. ആ തരത്തിലേക്ക് വരുമ്പോഴാണ് ദേഹം മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. ഇപ്പോൾ ഉന്നതനല്ലേ, ഇപ്പോഴും ഉന്നതൻ തന്നെയാണ്. പക്ഷേ അന്ന് ജനവും കൂടെ അറിഞ്ഞ് സമ്മതിക്കുമ്പോഴാണ് അത് ഉന്നതത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് വരിക. അപ്പോൾ മനുഷ്യൻ്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും, യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. കുറച്ചു താഴെ വീണ്ടും അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിലെ കാര്യം. അത് ജാതികളിലേക്ക് എത്തുകയും ജാതികൾ ദൈവത്തെ ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്ന നാളിനെ സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് 2 പാർട്ടുണ്ട്. അത് അന്വേഷിക്കുന്ന കാലത്തെ സംബന്ധിച്ചും ന്യായവിധി നാളിനെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യം യെശയ്യാ പ്രവാചകൻ അന്നേ തന്നെ ഈ ഭാഗത്ത് പറഞ്ഞു വച്ചിരിക്കുന്നു. 3-ാമത്തെ വായനാ ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 28-ാം അധ്യായം. ഈ 28-ാം അധ്യായത്തോടുകൂടി അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുകയാണ്. അപ്പോൾ അത് റോമിലെത്തുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഈ രക്ഷപ്പെട്ടെത്തിയത് മെലീത്ത എന്ന ദ്വീപിലാണ്. കപ്പൽ തകർന്ന് കപ്പലിൻ്റെ കഷ്ണങ്ങളിലും തടികളിലും ഒക്കെ പിടിച്ച് കരയിലെത്തിയപ്പം അത് ദ്വീപായിരുന്നു. മാൾട്ട അല്ലെങ്കിൽ മെലീത്ത എന്ന് പറയുന്ന ദ്വീപാണെന്ന് ഗ്രഹിച്ചു. അവിടെയുള്ള ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ തീ കൂട്ടി, അപ്പോൾ ഒരു ഏകദേശം മഴയും ശീതവും കാരണവും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തീ കൂട്ടി വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് കൊണ്ട് പുറപ്പെട്ട് പൗലോസിൻ്റെ കൈക്ക് തൂങ്ങി. അപ്പോൾ ബർബരന്മാർ കണ്ടപ്പോൾ അയ്യോ, ഈ മനുഷ്യ ഒരു കൊലപാതകം തന്നെ സംശയം. അല്ലെങ്കിൽ പിന്നെ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നീതിദേവി അവൻ്റെ കയ്യിൽ പാമ്പായിട്ട് അണലിയായിട്ട് പിടിച്ചു. അപ്പോൾ അങ്ങനെ കൊലപാതകം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ഈ പൗലോസ് അപ്പോസ്തലനെ അത് കുടഞ്ഞ് തീയിലിട്ടപ്പോൾ അത് ചത്തു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്പം വീർക്കും ചാവും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഒരാപത്തും അവന് സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ മനസ്സ് മാറിയിട്ട് പറഞ്ഞു, അതൊരു ദേവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അവർ ഉടനെ അത് ദേവനാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന് പറഞ്ഞു. പിന്നെ ആ പ്രദേശത്തിനടുത്ത് തന്നെ ഒരു ദ്വീപ് പ്രമാണി ഉണ്ടായിരുന്നാൽ പുബ്ലിയോസ്, അയാളുടെ അപ്പന് പനിയും അതിസാരവും ഒക്കെ പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് കൈവച്ചപ്പോൾ അവൻ സൗഖ്യം വന്നു. ദ്വീപിലെ മറ്റ് പല ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പം അദ്ദേഹം അവർക്ക് ഏറിയ സമ്മാനങ്ങളും കൊടുത്ത് മാനിക്കുകയും പിന്നെ അവിടുന്ന് കപ്പൽ കയറുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കയറ്റി കൊടുക്കുകയും ചെയ്തു. നന്ദിപൂർവ്വം ആണ് നമ്മൾ കാണുന്നത്. പിന്നെ 3 മാസം അവിടെ കഴിഞ്ഞിട്ട് ആ ദ്വീപിൽ ഒരു അശ്വിനി ചിഹ്നം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഈ എന്താണ് സ്വസ്തിക് അല്ലേ, ആ ചിഹ്നമുള്ളൊരു അലക്സാന്ദ്രിയ കപ്പൽ വന്നു. അതിൽ കയറി പുറപ്പെട്ടു. സൊറക്കൂസയിൽ കരക്കിറങ്ങി. അവിടെ 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റി രൊഗ്യോനിലെത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിൽ അവിടെ നിന്ന് പുത്തൊല്ലിയിലെത്തി. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്നവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. അപ്പോൾ റോമിലെ സഹോദരന്മാരെ കാണുകയാണ് പൗലോസ്. അപ്പോൾ അവിടെ വെച്ച് ഭയങ്കര സന്തോഷമായി അവരെ കണ്ടത്. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടി വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ആ പടയാളിയോടുകൂടെ വേറിട്ട് താമസിക്കാൻ അനുവാദം ലഭിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് യഹൂദന്മാരിൽ പ്രധാനികളായാലും വിളിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമൊന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാലെ മരണയോഗ്യമായതൊന്നും എന്നിൽ കണ്ടില്ല. അങ്ങനെ എന്നെ അവർക്ക് വിട്ടയപ്പാൻ മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർ പറയുകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. അപ്പം എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു. കൈസരെ അഭയം ചൊല്ലിയില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാകുമായിരുന്നു. എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ല താനും. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രത്യാശ എന്താണ്? നിത്യജീവൻ, ദൈവരാജ്യമാണ്. അപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരാൾക്കല്ലേ ലഭിക്കുകയുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നത്. അങ്ങനെയാണ് ഈ ചങ്ങല ചുമക്കുന്നതെന്നാണ്. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. അവർ
അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്ത് വരികയോ സഹോദരന്മാരിൽ നിന്ന് ആരും നിന്നെ കൊണ്ട് യാതൊരു ദോഷം പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടവും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പം യെരൂശലേമിൽ നിന്ന് ഒരു ഇതോ സംഗതിയോ ഒന്നും അവിടുന്ന് ഇതുവരെ അറിയിപ്പായിട്ട് വന്നിട്ടില്ല. പക്ഷേ നിന്നെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നീ എന്തോ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന്, അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവിടെ ഒരു ദിവസം തീരുമാനിച്ചിട്ട് എല്ലാവരും പൗലോസ് താമസിക്കുന്ന പാർപ്പിടത്തിൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാര്യങ്ങളല്ല, നമ്മൾ മുമ്പ് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവരോടും പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവർ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് അവരോടൊരു വാക്ക് പറഞ്ഞതെന്നാൽ, അത് യെശയ്യാപ്രവാചകൻ്റെ ഒരു പ്രവചനമാണ്. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തൻ്റെ രക്ഷയെ ഈ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കൺക്ലൂഷൻ. അത് കഴിഞ്ഞിട്ട് അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോട് വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ 2 വർഷത്തോളം അവിടെ താമസിച്ചു. അപ്പോൾ ഒരു തടവുകാരനെ 2 വർഷത്തിൽ കൂടുതൽ വിചാരണ കൂടാതെ സൂക്ഷിക്കാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞാൽ അയാളെ സ്വതന്ത്രമാക്കി വിട്ടയക്കണമെന്നാണ് റോമൻ നിയമം. അങ്ങനെ അവിടുന്ന് പൗലോസ് അപ്പോസ്തലൻ സ്വതന്ത്രമാകുന്നു. പിന്നെ എവിടെയാണ് യെരൂശലേമിൽ തിരിച്ചു വരുന്നു. എന്നിട്ട് റോമിൽ പോകുന്നു. റോമിൽ വെച്ച് പിടിക്കപ്പെടുന്നു. അവിടെ നീറോയുടെ കാലത്ത് ഉള്ള വലിയൊരു ട്രിബുലേഷനിൽ, അല്ലെങ്കിൽ വലിയൊരു അടിച്ചമർത്തലിൽ, അല്ലെങ്കിൽ ഉപദ്രവ ഹേതുവായി ആ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ മരിക്കും. പക്ഷേ ഈ ചരിത്രമൊന്നും ഇതിനകത്തില്ല. ഇത് ബൈബിൾ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിലാണ് പൗലോസിൻ്റെ പിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അങ്ങനെ റോമിൽ വെച്ചാണ് പൗലോസ് അപ്പോസ്തലൻ കൊല ചെയ്യപ്പെടുന്നത് എന്നാണ് വായിക്കുന്നത്. അതാണ് പൗലോസ്. ശരിക്കും ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പം അതിൽ മുഴച്ചു നിൽക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെയാണ്. അപ്പം പല ആളുകളുടെയും പല ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെയും പേരുകളും അവരുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ബർന്നബാസിനെ വായിക്കുന്നുണ്ട്, യാക്കോബിനെ വായിക്കുന്നുണ്ട്, പത്രോസിനെ വായിക്കുന്നുണ്ട്, ഒക്കെയും വായിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രവൃത്തികൾ ഇതിനകത്തുണ്ട്. പക്ഷേ കൂടുതൽ മുഴുത്തു നിൽക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ ജോലികളാണ്. കാരണം എനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ കൂടുതൽ സമയം അപ്പോസ്തലൻ്റെ, അതായത് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലൂക്കോസ് ആയിരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ എഴുത്ത് വന്നത് എന്ന് വിചാരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ അപ്പോസ്തല പ്രവൃത്തി എന്ന് കാണുന്നത് കൊണ്ടാണല്ലോ. അതേസമയം അപ്പോസ്തല പ്രവൃത്തികൾ കണ്ടില്ല. ലൂക്കോസ് 1-ാം അധ്യായം, ലൂക്കോസ് 2-ാം അധ്യായം എന്ന് എഴുതിയാൽ ലൂക്കോസിൻ്റെ 1-ാമത്തെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ വേറൊരു പേര് കൊടുത്തിരുന്നാൽ അത് അങ്ങനെ തന്നെ വേണേലും അറിയപ്പെടാം. പക്ഷേ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി എന്ന് എഴുതുമ്പോൾ ഒരുപാട് അപ്പോസ്തലന്മാർ നമുക്കതിനകത്ത് കാണാനൊക്കത്തില്ല. പക്ഷേ പൗലോസിൻ്റെ ഏറ്റവും ശക്തിയായി പ്രവർത്തിച്ചത് പൗലോസ് തന്നെ. അതുകൊണ്ട് പൗലോസിനെ എഴുതേണ്ടത് തന്നെയാണ്, വേറെ സംശയമില്ല. ഈ 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ദൈവം സമൃദ്ധമായി ദൈവീക കാര്യങ്ങളിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ മറന്നു പോകാതെ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അന്ന് ദൈവജനത്തോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട് ജാതികളായ നമ്മൾ ഓരോരുത്തരെയും ഈ സുവിശേഷം സത്യം അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഭാഗ്യ പദവി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിസ്സാരമാക്കി കാണാതെ ഇതിന് വാല്യൂ കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവം ഇവിടെ ജനിപ്പിച്ച, ദൈവം നമുക്ക് വേണ്ടി രക്ഷകനായി തന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് എത്താം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ.